തലസ്ഥാനത്ത് തീരമേഖലയെ ആവേശക്കടലിലാക്കി പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും ഉയർത്തി മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചായിരുന്നു പ്രിയങ്കയുടെ പ്രസംഗം. രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമായ വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരമുണ്ടാക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ. ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം വിഷുവും ഈസ്റ്ററും റംസാനും ഒരുമിച്ച് ആഘോഷിക്കുന്ന മലയാളികളാണെന്നും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലാണ് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ പര്യടനത്തിനെത്തിയത്. ചാലക്കുടിയിലും പത്തനംതിട്ടയിലും പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാണ് വൈകിട്ടോടെ തിരുവനന്തപുരത്ത് വന്നത്. തലസ്ഥാനത്ത് തീരപ്രദേശത്തായിരുന്നു റോഡ് ഷോ. ശശി തരൂരിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു പ്രചാരണം. വലിയതുറ മുതൽ ഭീമാപള്ളി വഴി പൂന്തുറയിൽ റോഡ് ഷോ സമാപിച്ചു. പ്രിയങ്കയ്ക്കൊപ്പം ശശി തരൂരും രമേശ് ചെന്നിത്തലയും വാഹനജാഥയിൽ പങ്കെടുത്തു. സാധാരണ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ അവസാന ദിനങ്ങളിൽ AK ആന്റണിയാണ് തീരദേശ മേഖലയിൽ റോഡ് ഷോ നടത്തുന്നത്. എന്നാൽ ഇക്കുറി അനാരോഗ്യം കാരണം ആന്റണി പ്രചാരണ രംഗത്ത് ഇറങ്ങിയിട്ടില്ല. പകരം വോട്ടെടുപ്പിന് തൊട്ടു മുമ്പുള്ള ദിനങ്ങളിൽ പ്രിയങ്ക ഗാന്ധി തന്നെ നേരിട്ടിറങ്ങിയത് അണികളിൽ ആവേശത്തിരയിളാക്കി. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഭീമാപള്ളി മേഖലയിലെത്തിയപ്പോൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടികൾ പാറിപ്പറന്നു. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് തീരദേശം പ്രിയങ്കയെ വരവേറ്റത്. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും ഉയർത്തി മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചായിരുന്നു പ്രിയങ്കയുടെ പ്രസംഗം. വിഷുവും ഈസ്റ്ററും റംസാനും ഒരുമിച്ച് ആഘോഷിക്കുന്ന മലയാളികളാണ് ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന്റെ അഭിമാനമെന്ന് പ്രശംസിച്ചായിരുന്നു പ്രിയങ്ക മടങ്ങിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.